ഹായ് ഗൈസ്, കഴിഞ്ഞ 3 വർഷമായി അവോധയുടെ ഓൺലൈൻ കോഴ്സുകൾ 2800 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിച്ചേ പറ്റൂ. ഈ കാലയളവിൽ അവോധ 36ഓളം കോഴ്സുകൾ, അതും 6 ഡിഫറെൻറ്റ് ലാംഗ്വേജസിലാണ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 2800 രൂപയ്ക്ക് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് അവോധ ഒരു കോഴ്സ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, കോഴ്സിന്റെ കൂടെ ഒരുപാട് സർവീസസും അവോധ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവോധയുടെ സർവീസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയാനുള്ള സർവീസ് എന്ന് പറയുന്നത് 9 hours ലൈവ് സെഷനാണ്. 9 hours ലൈവ് സെഷൻ എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ രാത്രി 7 മണി വരെ കണ്ടിന്യൂസ്ലി 9 മണിക്കൂർ ഒരു ട്രെയിനർ ആ ഒരു സെഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 9 hours ലൈവ് സെഷനാണ്. അതിപ്പോൾ ഏത് ലാംഗ്വേജിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലും, മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ഏത് ലാംഗ്വേജിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലും ആ 9 hours ലൈവ് സെഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ വെർണാക്കുലർ ലൈവ് സെഷൻ, അത് നമ്മൾ എവിടെയും കാണാത്തൊരു ലൈവ് സെഷൻ ആയിരിക്കും. അതായത് കന്നഡ ലാംഗ്വേജിൽ ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ കന്നഡ ലാംഗ്വേജിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാം. തെലുങ്ക് ആണെങ്കിൽ തെലുങ്ക്, തമിഴാണെങ്കിൽ തമിഴ്, മലയാളം ആണെങ്കിൽ മലയാളം. ഇത് മൺഡേ ടു ഫ്രൈഡേസിലാണ് ഈ നേരത്തെ പറഞ്ഞ 9 hours ലൈവ് സെഷനും വെർണാക്കുലർ ലൈവ് സെഷനും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പറയുന്നതാണ് നീഡ് ഹെൽപ്പ് സെഷൻ. നീഡ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ സഹായം, അതായത് ടെക്നിക്കൽ പരമായിട്ട് എന്ത് ഇഷ്യൂസ് വന്നാലും സ്റ്റുഡൻറ്റ് പഠിക്കുന്ന ടൈമിൽ എന്ത് ടെക്നിക്കൽ ഇഷ്യൂസ്, ലൈക്ക് എന്തെങ്കിലും ഇപ്പോൾ വീഡിയോസ് കാണാൻ പറ്റുന്നില്ല, ശബ്ദം മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്ത് ഇഷ്യൂസ് വന്നാലും ഈ പറയുന്ന നീഡ് ഹെൽപ്പിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡൻസിന് ആ ഒരു ഇഷ്യൂ ഓൺ ദി സ്പോട്ടിൽ തന്നെ നമുക്ക് റിസോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു സെഷൻ വരുന്നത് രാവിലെ 10 മണി തൊട്ട് 7 മണി വരെ തന്നെയാണ്. ബട്ട് മൺഡേ ടു സാറ്റർഡേ ഈ സെഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ജാപ്പ് ആയിരിക്കും, ജോബ് ആക്സിലറേഷൻ പ്രോഗ്രാം. അവോധയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ്മെന്റ് റേറ്റ് കുത്തനെ കയറ്റിയിട്ടുള്ള ഏറ്റവും അടിപൊളി പ്രോഗ്രാമാണ് ജോബ് ആക്സിലറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയധികം സർവീസസ് അവോധ സ്റ്റുഡൻസിന് വേണ്ടി മുന്നിലേക്ക് വെക്കുമ്പോഴും കോഴ്സിന്റെ ഫീസ് എവിടെയും ഇൻക്രീസ് ചെയ്തിട്ടില്ല. 2020 എത്രയായിരുന്നു? 2800 രൂപ പറഞ്ഞപ്പോൾ 2023 ഇത്രയധികം സർവീസസ് ഇൻക്രീസ് ചെയ്തപ്പോഴും 1 രൂപ പോലും ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ 2020 പെട്രോളിൻ്റെ പൈസ മാത്രം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. പെട്രോളിൻ്റെ പൈസ എന്ന് പറയുന്നത് 70-72 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ പെട്രോളിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ. പക്ഷേ 3 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴത്തെ 2023 നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തലയിറങ്ങി വീഴും ചിലപ്പോൾ. അതായത് 107 രൂപ മുതൽ 110 രൂപ വരെ നമ്മൾ മുടക്കുക. അതായത് ഇരട്ടി ഇല്ലെങ്കിലും അതിനോട് സാമ്യമായിട്ടുള്ള പൈസയിലേക്കാണ് ഇപ്പോൾ എല്ലാം കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ 2020 ഓരോ സർവീസസും അവോധ സ്റ്റുഡൻസിന് വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴും ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ഈ പറയുന്ന 2800 നിന്ന് വേറൊരു പ്രൈസിലേക്കും ഇൻക്രീസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇത്തിരി കൂടി നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ, ചില ഫോൺ കമ്പനീസ്, ആരാന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, ചില കമ്പനീസ് ഞങ്ങൾ അത് മാറ്റി ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വേറൊരു ടൈപ്പിൽ നിന്ന് C ടൈപ്പിലേക്ക് തിരിച്ചു വന്നിട്ട് 30,000-40,000 രൂപയൊക്കെയാണ് ഒരു ഫോണിന് ചാർജ് ചെയ്യുന്നത്, കൂടുതൽ ചാർജ് ചെയ്യുന്നത്. പക്ഷേ അവിടെ നോക്കുമ്പോൾ ആ ഫോണൊന്നും വെറുതെ താഴെ വീണാൽ മതി, ബാക്കും ഫ്രണ്ടും ഗ്ലാസ് രണ്ടും പൊട്ടും. പക്ഷേ അവോധയുടെ സർവീസസ് അങ്ങനെയല്ല. ഓരോ സർവീസസും ഇൻക്ലൂഡ് ചെയ്യുമ്പോഴും നമ്മൾ പ്രൈസ് ഇന്നേ വരെ അവോധ ഇൻക്രീസ് ചെയ്തിട്ടില്ല. അവോധയ്ക്ക് ഈ 3 കൊല്ലത്തിൽ ഒരുപാട് അഡ്മിഷൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസും ജാപ്പ് കാരണം ഒരുപാട് സ്റ്റുഡൻസ് പ്ലേസ്ഡും ആയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ കരിയർ ടോക്സ് വിത്ത് അവോധ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമ്മൾ അവോധയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം ചാനലിലും നമ്മൾ ഡെയിലി ബേസിസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് നമ്മുടെ പബ്ലിക് എല്ലാവരും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ളവർക്കോ അല്ലെങ്കിൽ ആദ്യമായിട്ട് അവോധനെ കാണുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡൻസിനാണെങ്കിലും കാണാനും മനസ്സിലാക്കാനും അവോധയുടെ ആ ഒരു പ്രോഗ്രസ്, അതായത് 20 നിന്ന് 2023 വളർന്ന ടൈമിലുള്ള പ്രോഗ്രസ് കാണാൻ വേണ്ടി യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കരിയർ ടോക്സ് വിത്ത് അവോധ കാണാൻ പറ്റും, പ്ലേസ്ഡ് ആയ സ്റ്റുഡൻസ്. ഈ 3 കൊല്ലത്തിൻ്റെ ഇടയിൽ അവോധ ഇന്ത്യയിൽ 14 ഓഫീസസ് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ 14 ഓഫീസസിൽ മൊത്തം 500-ൽ കൂടുതൽ എംപ്ലോയീസ് അവോധയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ബാക്കിയുള്ള, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നിന്ന് അവോധയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവോധയുടെ ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളും ഒരു ബെൻസോ അല്ലെങ്കിൽ ഒരു BMW ഓടിക്കണം നിങ്ങൾ ആരും കാണില്ല. അല്ലെങ്കിൽ ഓഫീസിൻ്റെ മുന്നിൽ ഒരു ബെൻസോ അല്ലെങ്കിൽ BMW ആരും, ഏത് ഓഫീസിൽ, ഈ ഇന്ത്യയിലുള്ള 14 ഓഫീസിൽ ഏത് ഓഫീസിൽ വിസിറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന അവോധയുടെ ആ ഒരു ഡിസിഷൻ മേക്കേഴ്സ് ഒരിക്കലും അവർക്ക് കിട്ടുന്ന പൈസ അവരുടെ ട്രാവൽ പോർഷാക്കാനോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ പോർഷാക്കാനോ അല്ല അവർ ട്രൈ ചെയ്യാറ്. അവർ ആ ഒരു വരുന്ന പൈസ തിരിച്ച് അവോധയിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് അവോധയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ സർവീസസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, മെച്ചപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു വരുന്ന പൈസ തിരിച്ച് അവോധയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇനി അവോധയുടെ മറ്റൊരു യുണീക്ക് ആയിട്ടുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ, അവോധ ഡെയിലി ബേസിസിൽ കറന്റ് ജോബ് മാർക്കറ്റ്, അതായത് ജോബിൻ്റെ അവൈലബിലിറ്റിയും എങ്ങനത്തെ ടൈപ്പ് ജോബ്സ് ആണ് ഇപ്പോൾ അവൈലബിലിറ്റി എല്ലാം അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജാപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ജാപ്പ് തന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണെങ്കിൽ, ജാപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വേക്കൻസിക്ക് ആർക്ക് അപ്ലൈ ചെയ്യുന്ന ആ സ്റ്റുഡൻറ്റിന് ഒരു വേക്കൻസിക്ക് വേണ്ട ക്വാളിറ്റി,
ഓക്കെ, ആൾക്ക് വേണ്ട അക്കാഡമിക് നോളേജ്, ഓക്കെ, ഇതെല്ലാത്തിനുള്ള ട്രെയിനിങ് സെഷനാണ് നമ്മൾ ജാപ്പിൽ കൊടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, ആൾക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. പക്ഷേ റീസെൻ്റ്ലി അവോധ ഈ പറയുന്ന ജോബ് മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ, ഡെയിലി ബേസിൽ അനലൈസ് ചെയ്തപ്പോൾ കണ്ടുവരാൻ പറ്റിയത് മോസ്റ്റ്ലി നടക്കുന്ന ഇപ്പോൾ ഇൻ്റർവ്യൂ സെഷൻസ് എല്ലാം, ഓക്കെ, ഇപ്പോൾ എന്ത് ഇൻ്റർവ്യൂസ് ആയാലും, ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണെങ്കിലും സെക്കൻഡ് ഇൻ്റർവ്യൂ ആണെങ്കിലും, ഇപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണെങ്കിലും വോക്ക് ഇൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും മെയിൻലി ഇവിടെ ഇപ്പോൾ വൈവ ക്വസ്റ്റ്യൻസ് ഒന്നല്ല വരുന്നത്. മെയിൻലി വരുന്നത് പ്രാക്ടിക്കൽസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് മാക്സിമം എല്ലാ HRസും അല്ലെങ്കിൽ ഓരോ കമ്പനീസും ഇപ്പോൾ നോക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിന് വേണ്ടി ഒരു വേക്കൻസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് ഒരു ടൂൾസ് എന്താണെന്നോ ടൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും പറയില്ല. ഇപ്പോൾ മെയിൻലി പറയുന്നത് ഒരു സാധനം ഡിസൈൻ ചെയ്ത് കാണിച്ചാൽ, അതായത് പ്രാക്ടിക്കൽസ് അപ്പം തന്നെ ക്രാക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഓക്കെ, അത് അനലൈസ് ചെയ്ത് നമുക്കത് മനസ്സിലായതുകൊണ്ട്, അവോധയ്ക്ക് അത് മനസ്സിലായതുകൊണ്ട് പുതിയ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. പ്രോഗ്രാമിൻ്റെ പേര് എന്ന് പറയുന്നത് പ്രൊജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ നമ്മൾ POP എന്ന് പറയുന്നു. നമ്മൾ ജോബ് ആക്സിലറേഷൻ പ്രോഗ്രാമിനെ ജാപ്പ് എന്ന് വിളിക്കുന്ന പോലെ തന്നെ ഇത് നമ്മൾ പ്രൊജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് POP എന്നാണ് വിളിക്കുന്നത്. സോ നമ്മൾ പോപ്പിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പ്രൊജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് കോൺസെപ്റ്റ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് കോഴ്സ് അഡ്മിഷൻ എടുത്താലും ഓക്കെ, ഏത് കോഴ്സ് അഡ്മിഷൻ എടുത്താലും അതിൻ്റെ കറസ്പോണ്ടിങ്, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മിനി കോഴ്സ് അല്ലെങ്കിൽ ഒരു പോപ്പ് കോഴ്സ് കിട്ടും. സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു മെഡിക്കൽ കോഡിംഗ് കോഴ്സാണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന് വെക്കുക, നിങ്ങൾക്ക് മെഡിക്കൽ കോഡിങ്ങിൻ്റെ മെയിൻ കോഴ്സിൻ്റെ ഒപ്പം ഒരു POPയുടെ അഡീഷണൽ കോഴ്സ് കൂടിയും നിങ്ങൾക്ക് ആഡ് ആയിരിക്കുന്നതായിരിക്കും. സോ ഈ POP കോഴ്സിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 100 പ്രൊജക്ട്സ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മെയിൻ കോഴ്സിൻ്റെ ഉള്ളിലത്തെ കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ POP കോഴ്സിലേക്ക് കയറണം. അപ്പോൾ നിങ്ങൾ പഠിച്ചതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് ഇതിൽ എന്തായാലും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ 1 by 1 ആയിട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം ഓരോന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ അവോധയുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് POPയുടെ ഇവാലുവേഷൻ ലൈവ് സെഷനിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങളുടെ കറസ്പോണ്ടിങ് POP ട്രെയിനർ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് അവിടെ ആ ഒരു ട്രെയിനർ, ആ ഒരു മാമിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് ഇവാലുവേഷൻ ചെയ്ത് അതിന് മാർക്ക് ഇടണം. ഓക്കെ, അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ ഒരു ട്രെയിനർ അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് അപ്പോൾ പ്രൊജക്ട്സിൽ പിന്നെയും റീവർക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നിങ്ങൾ മൊത്തം 100 പ്രൊജക്ട്സ് ആണ് ടോട്ടൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തരുന്ന ഈ POP പ്രോഗ്രാം സക്സസ്ഫുൾ ആവാൻ വേണ്ടി നമുക്ക് ഒരു ഹൈലി ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഒരു ആർമി ഓഫ് ട്രെയിനേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ ഓരോ പ്രൊജക്ട്സ് കംപ്ലീറ്റ് ആകുമ്പോഴും നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ ഇവാലുവേഷൻ സെഷനിൽ ജോയിൻ ചെയ്ത് ആ ഒരു പ്രൊജക്റ്റിന് മാർക്ക് വാങ്ങണം. ആ മാർക്കിൽ എന്തെങ്കിലും, അപ്പോൾ കണ്ടിന്യൂസ്ലി ഏത് ടൈമിൽ കയറിയാലും, രാവിലെ 10 മണി തൊട്ട് 7 മണി വരെ ഏത് ടൈമിൽ കയറിയാലും നിങ്ങൾക്ക് ഇവാലുവേഷൻ പോസിബിൾ ആയിരിക്കണം. അതിനുവേണ്ടി ഒരു ഹ്യൂജ് ആർമി ഓഫ് ട്രെയിനേഴ്സിനെ നമുക്ക് വേണം. അതുകൊണ്ട് ഈ വരുന്ന നവംബർ 5 മുതൽ നമ്മൾ അവോധയുടെ ഓൺലൈൻ കോഴ്സസിന് ഈ 3 കൊല്ലമായിട്ട് നമ്മൾ ഇത്രയും സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ അഡ്മിഷൻ ഫീസായിട്ട് വാങ്ങിയ 2800 നിന്ന് ഒരു 1000 രൂപ ആഡ് ചെയ്ത് 3800 നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. നവംബർ 5 മുതൽ നമ്മൾ 2800 വെറും ഒരു 1000 രൂപ ആഡ് ചെയ്തുകൊണ്ട് 3800 ചേഞ്ച് ചെയ്യുകയാണ്. കോഴ്സ് ഫീസ് ചേഞ്ച് ആവുന്നതിൻ്റെ ഒപ്പം നമുക്ക് ISA ഇൻകം ഷെയറിംഗ് എഗ്രിമെൻറ്റ് നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും, അതിനും ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം ആദ്യത്തെ 7000 റുപ്പീസും പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സാലറി വന്നതിന് ശേഷം പിന്നെ വരുന്ന 7000 റുപ്പീസുമാണ് നിങ്ങൾ അവോധയ്ക്ക് പേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ 3 കൊല്ലം കണ്ടിന്യൂസ്ലി നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ബട്ട് എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. താങ്ക് യു.